നമ്മുടെ മനസ്സിലെ ആശയങ്ങളെ ദൃശ്യങ്ങളാക്കി മാറ്റാൻ എഐ എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമുക്കിപ്പോൾ കാണാം. ഗൂഗിൾ എഐ സ്റ്റുഡിയോ ഉപയോഗിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിന്റെ ലളിതമായ വഴികളാണ് നമ്മൾ കാണുന്നത്. ആദ്യം ഗൂഗിൾ എഐ സ്റ്റുഡിയോയുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ഇടതുവശത്തുള്ള മെനുവിൽ നിന്ന് ജനറേറ്റ് മീഡിയ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം എഐ വീഡിയോ നിർമ്മാണത്തിനുള്ള ടൂളായ വിയോ സെലക്ട് ചെയ്യുന്നു. ഇത്രയും ലളിതമായ വഴികളിലൂടെ നമ്മൾ എഐയെ വീഡിയോ നിർമ്മിക്കാൻ സജ്ജമാക്കുന്നു. എഐക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു. ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂവ് വിരിയുന്നതിന്റെ ചെറിയ ആനിമേഷൻ വീഡിയോ എന്നൊരു നിർദ്ദേശം നമ്മൾ നൽകുന്നു. ഈ നിർദ്ദേശമാണ് പ്രോംപ്റ്റ്. നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എഐ അതിന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഒരു വീഡിയോ നിർമ്മിക്കാൻ തുടങ്ങുന്നു. നമ്മൾ നൽകിയ നിർദ്ദേശം എഐ അതിന്റെ ഭാവനയിൽ കണ്ടതുപോലെ ഒരു മനോഹരമായ വീഡിയോ ആയി മാറ്റുന്നു. എഐയുടെ ശക്തി അതാണ്. ഗൂഗിൾ മാത്രമല്ല, ഇൻവീഡിയോ എഐ, ഹേജൻ, റൺവേ ML തുടങ്ങിയ മറ്റു ടൂളുകളും നമുക്ക് ഈ ആവശ്യത്തിനായി ഉപയോഗിക്കാം. എഐ ഒരു മായാജാലമല്ല, നമ്മുടെ ആശയങ്ങളെ ദൃശ്യങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണത്. ഇനി നിങ്ങൾക്കും നിങ്ങളുടെ ആശയങ്ങളെ വീഡിയോകളാക്കി മാറ്റാൻ സാധിക്കുന്നു. ഇന്ന് നമ്മൾ ഗൂഗിൾ എഐ സ്റ്റുഡിയോ ഉപയോഗിച്ചെങ്കിലും ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇന്ന് ഈ ടൂൾ സൗജന്യമായി ലഭ്യമായതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിച്ചത്. പക്ഷേ എഐ ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നാളെ ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം, പുതിയ ടൂളുകൾ വന്നേക്കാം, അല്ലെങ്കിൽ ചില സൗജന്യ ഫീച്ചറുകൾക്ക് പണം നൽകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഒരു ടൂളിൽ മാത്രം ആശ്രയിക്കാതെ എപ്പോഴും പുതിയ സാധ്യതകൾ തേടുക. നിങ്ങൾക്ക് ഇൻവീഡിയോ എഐ, ഹേജൻ, റൺവേ ML തുടങ്ങിയ മറ്റു ടൂളുകളും പരീക്ഷിച്ചു നോക്കാം. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഈ ടൂളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവയുടെ സൗജന്യ ഉപയോഗ പരിമിതികൾ എന്തൊക്കെയാണെന്നെല്ലാം സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് എഐയുടെ യഥാർത്ഥ സാധ്യതകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക.